ഹലോ, വെൽക്കം ബാക്ക് ടു ദി ഹാപ്പി പ്ലേറ്റ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ മോർണിംഗ് ആണ്, രാവിലെ ഒരു 7 മണിയാണ് സമയം. പക്ഷേ ഞാൻ ഗുഡ് മോർണിംഗ് ഒന്നും പറയുന്നില്ല, കാരണം ഇത് നിങ്ങൾ കാണുമ്പോൾ മോർണിംഗ് ആവണമെന്നില്ല. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ലിവിങ് ഏരിയ, ദ ലിവിങ് റൂം ടൂർ ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു ഫ്ലാറ്റ് ടൂർ ചെയ്യാമെന്ന്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് വളരെ ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് ആണുള്ളത്. അതായത് ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ 127 സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പം അതിന് അത്രത്തോളം കാണാൻ ആൾക്കാരുണ്ടോ, അത്രത്തോളം ഡിമാൻഡ് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. സോ ഐ തോട്ട് ഫ്ലാറ്റ് ടൂർ ചെയ്ത് അത്രയും ഇലാബറേറ്റ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യേണ്ട, നമ്മുടെ ഒരു ലിവിങ് ഏരിയ ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അസ് യു ഓൾ നോ, നമ്മളൊരു ഫ്ലാറ്റിലാണുള്ളത്. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റ് ബേസിക്കലി ഒരു 2 BHK ഫ്ലാറ്റാണ് എന്ന് പറയുമ്പോൾ വി ഹാവ് എ ലിവിങ് ഏരിയ. അതായത് ഫ്ലാറ്റുകളിലൊക്കെ മൊത്തത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഹോൾ ആൻഡ് ഡൈനിങ് ഏരിയ ഒക്കെ ഒരുമിച്ചായിരിക്കും. അപ്പോൾ നമുക്കൊരു ലിവിങ് സ്പേസ് ഉണ്ട്. ആൻഡ് ഞാൻ ഈ ലിവിങ് റൂം ടൂറിൽ ചെയ്യുന്നത് ഇവിടെ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് കുട്ടി ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. സോ നമുക്ക് ക്യാമറയൊന്ന് തിരിക്കാം. സോ ലെറ്റ്സ് സീ. സോ ഇതാണ് നമ്മുടെ മെയിൻ ഡോർ. നമ്മൾ മണിച്ചിത്ര താഴിട്ട് പൂട്ടുന്ന നമ്മുടെ മെയിൻ ഡോർ ഇതാണ്. നമ്മളുടെ ഡോറിൽ നിന്ന് കയറി വന്നാൽ നമുക്കിവിടെ ഫസ്റ്റ് ഉള്ളത് ഒരു ഷൂ റാക്കാണ്. ഷൂ റാക്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് എന്താ, ഫുള്ള് നമ്മുടെ ഷൂസ് ആൻഡ് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒന്നും നോട്ട് വെൽ അറേഞ്ച്ഡ്. പിന്നെ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും വി ഹാവ് എ യുക്ലേലെ. ഇത് നമ്മുടെ മോൻ്റെ വണ്ടിയാണ്. അവനിനി ഫ്യൂ മോർ ഉണ്ട്, ഞാനത് കാണിച്ചു തരാൻ വഴിയേ. ആൻഡ് ഇവിടെ നമ്മുടെ മെയിൻ സ്വിച്ചൊക്കെ വരുന്ന ബോർഡാണ്. പിന്നെ നമ്മളിങ്ങനെ തിരിച്ചാൽ യെസ് 2 മോർ. മോൻ്റെ ഗ്യാരേജിൽ 2 വണ്ടി കൂടെ ഇവിടെ ഉണ്ട്, ഇനിയും ഉണ്ട്. അതൊക്കെ നമ്മൾ റൂമിലാണ് വെച്ചിട്ടുള്ളത്. ആൻഡ് ഇങ്ങോട്ട് വന്നാൽ നമ്മളുടെ ഫസ്റ്റ് കാണാൻ പോകുന്നത് നമ്മുടെ ടി വി ആണ്. സോ ദിസ് ഈസ് അവർ ടി വി. ഇപ്പോൾ ഇത് കാണിച്ചപ്പോഴാണ് ടി വിയിൽ മോൻ്റെ കൈപ്പാടുകളാണ് ഇതെല്ലാം. സോ ഐ ഹാവ് ടു ക്ലീൻ ദിസ്. ഇന്ന് സത്യം പറഞ്ഞാൽ സൺഡേ ആണ്, അപ്പോൾ ഇന്നൊരു ഡീപ്പ് ക്ലീനിങ് ഡേ ആണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ ചെയ്യാറുള്ളത്. ഇതൊക്കെ മോന് കൈയെത്തുന്ന ഒരു സ്പേസിലാണ്, വളരെ താഴെയാണ് ടി വി പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ കൈപ്പത്തികളാണ് ഈ കാണുന്നതൊക്കെ. എനിവേസ്, ടി വി കഴിഞ്ഞാൽ ടി വിയുടെ ബാക്കിലാണ് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വന്നിട്ടുള്ളത്. അവിടെ നമ്മളൊരു പ്രെയർ ഏരിയ എന്ന് പറയാൻ പറ്റില്ല, നമുക്കങ്ങനെ വേറെ പൂജാമുറി, പ്രെയർ റൂം ഒന്നുമില്ല. സോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ ഇൻ്റർ റിലീജിയനാണ്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ദൈവവിശ്വാസികളാണ്. അപ്പോൾ അതുകൊണ്ടാണ് വി ഹവ് കെപ്റ്റ് യേശു, ദറ്റ് ഈസ് ജീസസ്, ആൻഡ് ഒരു കൃഷ്ണൻ രാധ ഫ്രെയിം നമ്മൾ വെച്ചിട്ടുണ്ട്. ബിക്കോസ് വി റെസ്പെക്റ്റ് ഈച്ച് അതർ. ആൻഡ് ഓൾസോ ഇവിടെ നമുക്കൊരു സത്യവേദ പുസ്തകം, വി ഹാവ് ഹോളി ബൈബിൾ, ആൻഡ് ഒരു പോസിറ്റീവ് സ്പേസാണിത്. പിന്നെ ഹിയർ കംസ് നമ്മുടെ ഈ ടി വി യൂണിറ്റിന് ചേർന്നിട്ട് നമുക്കൊരു ഷെൽഫ്, മുകളിൽ മാത്രമല്ല താഴെയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, അവിടെ നമ്മളൊന്നും വെച്ചിട്ടില്ല. ആൻഡ് ഇവിടെ ഒരു സ്മോൾ കുട്ടി ഷെൽഫുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് അങ്ങനെ ഷോ പീസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഡെക്കോർ ഐറ്റംസ് അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ മോൻ്റെ കുറച്ച് ടെഡിയും കുറച്ച് പാവക്കുട്ടികളൊക്കെ എടുത്ത് ഇവിടെ വെച്ചു. ബിക്കോസ് ഇതൊക്കെ അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ എനിക്കിതൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അങ്ങനെ നമ്മളിതൊക്കെ ഇവിടെ വെച്ചു. പിന്നെ ദിസ് പാണ്ട ഈസ് സോ ക്യൂട്ട്. ഇത് മറ്റേ നമ്മൾ അടിക്കുമ്പോൾ കളേഴ്സ് മാറുന്നൊരു പാണ്ടയാണ്. സോ അത് കണ്ടൊരു കൗതുകം തോന്നിയപ്പോൾ നമ്മൾ വാങ്ങിച്ചതാണ്. പിന്നെ നമ്മുടെ അടുത്തുള്ളത് ദിസ് ഈസ് എ പെയർ ഓഫ് ചിലങ്ക. കാണുന്നുണ്ടോ? ചിലങ്ക. പിന്നെ നമുക്കുള്ളത് ഇതൊരു ക്യാൻഡിലാണ്. ഷോയും ഇത് ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഓൾമോസ്റ്റ് 3 years ആയിട്ടോ. ദിസ് ഈസ് എ സെൻറ്റഡ് ക്യാൻഡിൽ. ഈ ക്യാൻഡിൽ ഇപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഓൺലൈൻ സ്റ്റോറിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കണം നമ്മുടെ സാരീസിൻ്റെ ഒക്കെ. അപ്പോൾ അതിന് ഈസ്തറ്റിക് ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി ക്യാൻഡിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സോ ദിസ് ഈസ് അബൌട്ട് അവർ കുട്ടി ഷെൽഫ്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അടുത്ത് ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല.
പിന്നെ വൺ മോർ തിങ്, നമ്മുടെ ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ ഇത് ഞങ്ങൾ റെൻറ്റിന് നിൽക്കുന്ന ഫ്ലാറ്റാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ ഫർണിച്ചേഴ്സും ഇൻക്ലൂഡിങ് TV അങ്ങനെ എല്ലാം ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഷൂ റാക്ക് ആൻഡ് എവറിത്തിങ് ഇവിടെ ഉള്ളതാണ്. ബാക്കി ഇതിൽ വന്നിട്ടുള്ള കുട്ടി കുട്ടി സാധനങ്ങൾ മാത്രമാണ് നമ്മുടേതുള്ളത്. അപ്പോൾ നമ്മൾ TV യൂണിറ്റാണിത്. അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ ഇതാണ് നമ്മുടെ സോഫ വരുന്നത്. ഒരു ഗ്രീൻ ടോണിലാണ് ഇവിടെ ഫുൾ അവർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഡൈനിങ് സ്പേസും അതിൻ്റെ കുഷ്യൻസും ഈ ഒരു സെയിം കളറിലാണ് വരുന്നത്. പിന്നെ ദിസ് ഈസ് ദ കേർട്ടൻ. ഈ കേർട്ടനൊക്കെ അവരുടെ തന്നെയാണ്. ഈ റൂമിൽ ഫുൾ ഈ ഒരു കേർട്ടനാണ് വന്നിട്ടുള്ളത്. വൈറ്റിൽ ഇങ്ങനത്തെ ഒരു ഗ്രീനിഷ് ടോൺ. അവർ അത്യാവശ്യം നല്ലൊരു കളർ ടോൺ ബേസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. നമ്മൾ പിന്നെ ഒന്നും മാറ്റാൻ പോയില്ല, കാരണം ഈ ഒരു സോഫ ഇതിനൊക്കെ ഒരു ഗ്രീനിഷ് ടോൺ ഉണ്ട്. ആൻഡ് ആ ഒരു ടോൺ തന്നെ നമ്മുടെ കേർട്ടനിലും റിഫ്ലക്റ്റ് ചെയ്യുന്ന പോലെയാണ് അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു ലൈറ്റാണിത്. ദിസ് ഈസ് എ റിംഗ് ലൈറ്റ് കൈൻഡ് ഓഫ് ഒരു നല്ലൊരു എസ്തെറ്റിക് ലൈറ്റാണ്. ആൻഡ് നമ്മുടെ ഈ ഒരു ലിവിങ് സ്പേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ടു മച്ച് ഓഫ് ഫാൻ. 1 2 3 ഫാനുള്ള ഒരു ലിവിങ് റൂമാണിത്. അതുകൊണ്ട് നല്ല സുഖമാണ് ഇവിടെ ഇരിക്കാൻ. കാരണം 3 എണ്ണം വേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ 16ാമത്തെ നിലയിലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പോയാലും നല്ല ചൂടാവും. സോ വി നീഡ് 3 ഫാൻ. അതുകൊണ്ടായിരിക്കാം. അത് കഴിഞ്ഞ് നമുക്കിവിടെ നോക്കുമ്പോൾ വി ഹാവ് എ കലണ്ടർ. മലയാള മനോരമയുടെ ഒരു കലണ്ടറാണ് ഇത്. നവംബർ ഇന്ന് കഴിയും. അപ്പോൾ നമുക്കിത് തിരിച്ചിടാനായി. സോ നമ്മുടെ സോഫ ഏരിയ നമ്മളിപ്പോൾ കണ്ടത്. ഇനി ഇവിടെ താഴെ എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇത് നമ്മുടെ വൈഫൈ മോഡം സെറ്റപ്പാണ്. ആൻഡ് ഹിയർ കംസ് ദ ഡൈനിങ് ഏരിയ. ഇതൊരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡൈനിങ് ടേബിളാണ്. ഒരു ക്യൂട്ട് കുട്ടി ഡൈനിങ് ടേബിൾ. പൊതുവേ നമ്മൾ സ്ക്വയർ ഡൈനിങ് ടേബിൾസൊക്കെ വളരെ കുറവാണ് കാണുന്നത്. കൂടുതലും റൗണ്ട് അല്ലെങ്കിൽ ആ ഷേപ്പിൽ എന്താ പറയുക, ഓവൽ ഷേപ്പാണ് കാണുന്നത്. അപ്പോൾ ഇത് 4 ചെയർ വന്നിട്ടുള്ള ഒരു കുട്ടി ഡൈനിങ് ടേബിളാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ കുഷ്യൻസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദ സെയിം ടോൺ, സോഫയുടെ സെയിം ഇതാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഒരു വുഡൻ ഫിനിഷാണ് നമ്മുടെ ഡൈനിങ് ടേബിളിനുള്ളത്. ഇത് പിന്നെ നമ്മുടെ ടവലാണ്. ആൻഡ് ഇവിടെ നിന്നാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് വരുന്നത്. നമ്മുടെ ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്ന അവിടെയും കേർട്ടൻസ് സെയിം കേർട്ടനാണ്. ഈ ഒരു റൂമിൽ ഫുള്ള് സെയിം കേർട്ടനാണ്. ആൻഡ് ഇവർ ഫ്ലാറ്റിൽ ചെയ്തിട്ടുള്ളത് ഓരോ റൂമിനും ഓരോ കളർ തീം ആൻഡ് ആ തീമിന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് കേർട്ടൻസ് ചെയ്തിട്ടുള്ളത്. സോ നൗ ഇവിടെയാണ് നമുക്ക് അടുത്തൊരു ഷെൽഫ്, ഒരു സ്റ്റോറേജ് സ്പേസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുന്ന 2 ഫ്രെയിമുകളായിരിക്കും. ഇത് രണ്ടും ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഫ്രെയിമുകളാണ്. ഇനി ഇതെങ്ങനെ ഫ്രെയിം ചെയ്തു എന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾ ഫ്രെയിം ചെയ്യുന്നതല്ല. ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു വെഡ്ഡിങ് ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാർട്ടി സൂര്യനെല്ലിയിൽ ഹോസ്റ്റ്യാർഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടിയിലാണ് നമ്മുടെ ഫംഗ്ഷൻ ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് പോലെ വെച്ചതാണ്. ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോസ് ഷോർട്സ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പം അതും ഒരു വലിയ സ്റ്റോറിയാണ്. ജസ്റ്റ് ഒരു 1 ഡേ നമുക്ക് പരിചയമുള്ള ഫ്രണ്ട്സാണ്. എൻ്റെ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞല്ലോ, ആള് പബ്ലിക്കിലെല്ലാം പോയി പാട്ടൊക്കെ പാടാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ റാൻഡമായിട്ട് കണ്ട് പരിചയപ്പെട്ട 2 ബോയ്സാണ്. അവരെ ഇങ്ങനെ ജസ്റ്റ് ഇൻവൈറ്റ് ചെയ്തു. ഇൻവൈറ്റ് ചെയ്തപ്പം അവർ ഓൾ ദ വേ ഫ്രം കൊച്ചി സൂര്യനെല്ലി, അതായത് മൂന്നാറും കഴിഞ്ഞിട്ട് പോകണം സൂര്യനെല്ലി, അങ്ങോട്ടേക്ക് വന്ന് അവർ ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു ഫ്രെയിം. പക്ഷേ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ, പറയാതിരിക്കാൻ വയ്യ. ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യൽ ആൻഡ് ക്ലോസ് ടു ഹാർട്ടാണ്. അന്ന് തൊട്ട് ഇപ്പം ഓൾമോസ്റ്റ് 3 years ആവുന്നു ഈ ഫ്രെയിം. ഞങ്ങളതിൻ്റെ ഇടയ്ക്ക് പല ഫ്ലാറ്റുകളും ഷിഫ്റ്റ് ചെയ്തു. പക്ഷേ ഞങ്ങൾ ഈ ഒരു ഫ്രെയിം എല്ലായിടത്തും നമുക്ക് വെക്കാൻ പറ്റുന്നൊരു സ്പേസ് എവിടെ ഉണ്ടോ അവിടെ എല്ലാം നമ്മൾ കീപ്പ് ചെയ്യും. ആൻഡ് കമ്മിങ് ടു ദിസ് ഫ്രെയിം, ഇത് ഞങ്ങളുടെ മോൻ 2 days പ്രായമുള്ളപ്പോൾ ഉള്ളതാണ്. ആൻഡ് ഇഫ് യു ക്യാൻ സീ ദി ലോഗോ, രാജഗിരി ഹോസ്പിറ്റൽ. മോൻ ജനിച്ചത് എറണാകുളത്ത് രാജഗിരി ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു കോംപ്ലിമെൻ്ററി ഗിഫ്റ്റായിട്ട് തരുന്നതാണ്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് 2 days ഉള്ളൂ. അവന് 2 days പ്രായമുള്ളപ്പോൾ ഉള്ള ഒരു ഫോട്ടോ ആണ്. ദിസ് ഇസ് വെരി സ്പെഷ്യൽ. അഗെയിൻ ക്ലോസ് ടു ഹാർട്ട് ഫോട്ടോ ആണ്. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ദ ഫ്രെയിം. ഞങ്ങളുടെ അടുത്ത് സത്യം പറഞ്ഞാൽ ഈ 2 ഫ്രെയിമാണുള്ളൂ. ഞങ്ങൾ കുറേ ഫോട്ടോസ് ഫ്രെയിം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. സൂൺ ചെയ്യണം. ആൻഡ് പിന്നെ ഇവിടേക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ എന്തൊക്കെയോ നമ്മളിങ്ങനെ ഡംപ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കിയാൽ ഒരു റൂം
ഫ്രഷ്നർ, പിന്നെ കുറച്ച് നമ്മുടെ കയ്യിലുള്ളതിൽ വളരെ കുറച്ച് പെർഫ്യൂം കളക്ഷനാണ്. അതായത് ഏറ്റവും വേഗത്തിൽ എടുക്കുന്ന കളക്ഷൻസാണ്. കാരണം എൻ്റെ ഹസ്ബൻഡ് ഒരു പെർഫ്യൂം ഭ്രാന്തനാണ്. അപ്പോൾ കുറേ കളക്ഷൻ ഉണ്ട്. പിന്നെ ദിസ് ഈസ് അവർ യൂനോ കാർഡ്. എത്ര യൂനോ ഫാൻസ് ഉണ്ടെന്ന് പറയൂ. യൂനോ കാർഡ് കുറേ സെറ്റ് ഉണ്ട്. കുറേ ഫ്രണ്ട്സും ആരെങ്കിലുമൊക്കെ വന്നാൽ നമുക്ക് കളിക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് പെർഫ്യൂംസും അങ്ങനെയൊക്കെയാണ് വെച്ചിട്ടുള്ളത്. നൗ വിൽ ഓപ്പൺ ദിസ് ഏരിയ. ഇവിടെ മേളിൽ എന്തൊക്കെയോ ടി വിയുടെ സെറ്റ് ബോക്സ് അങ്ങനത്തെ ഒക്കെ കുറച്ച് വയേഴ്സ് ആൻഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമ്മുടെ അയൺ ബോക്സ്. പിന്നെ ഈ 2 സാധനങ്ങൾ ഞാനത് നിങ്ങളെ ഇതിൻ്റെ കോലം കാണുമ്പോൾ നിങ്ങൾ ഞെട്ടും. ഐ നോ, എനിക്കിത് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റിയില്ല. മൈ അപ്പോളജീസ്. ഇത് തന്ന ആൾക്കാരുടെ അടുത്താണ് മൈ അപ്പോളജീസ്. പക്ഷെ എന്നാലും എനിക്ക് സ്പെഷ്യൽ ആയതുകൊണ്ടാണ് ഞാനിത് ഇവിടെ തന്നെ വെച്ചത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിക്കാം. പിന്നെ ഇത് നിങ്ങൾ കുറേ പേരെങ്കിലും കണ്ടിട്ടുണ്ടാവണം. ഇത് മറ്റേ ഫാൻ, ലൈക്ക് ഇതിൽ നമുക്ക് ഐസ് ക്യൂബ്സ് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കാണിക്കും. ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിങ്ങനെ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് നമുക്കിതൊരു ഫാൻ പോലെയാണ്. ഇത് വർക്ക് ചെയ്യിക്കുമ്പോൾ നമുക്കൊരു AC എഫക്റ്റൊക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ കൗതുകം കൊണ്ട് വാങ്ങിച്ചതാണ്. നമുക്ക് ഫ്ലാറ്റിൽ AC ഉണ്ട്. അപ്പോൾ ഇത് എന്തിനു വാങ്ങിച്ചു എന്ന് ചോദിച്ചാൽ ഈ ഒരു പ്രോഡക്റ്റ് കണ്ടപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയുള്ള കൗതുകത്തിൽ വാങ്ങിയതാണ്. എനിവേസ് കൊള്ളാം. നമ്മളിത് ഉപയോഗിച്ചിട്ടൊന്നുമില്ല. കൊണ്ടുവന്ന ആവശ്യത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ എനിക്ക് തോന്നുന്നത് റൂമിലൊന്നും വെക്കാൻ പറ്റില്ല. കാരണം ഇത് നമ്മൾ വെള്ളം ഇതിങ്ങനെ സ്പ്രേ ആവുന്ന പോലെ വരും. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ അലർജീസും തുമ്മലൊക്കെ പിടിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ നമുക്കിവിടെ ഒരു ടിഷ്യൂ, പിന്നെ ഇത് നമ്മുടെ ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന കുറേ മരുന്നുകൾ, ചാർജർ, അതൊക്കെയാണ്. ഐ ഹോപ്പ് യു ക്യാൻ സീ. ഇതിൻ്റെ എഫക്റ്റ് കാണണമെങ്കിൽ കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ ലൈറ്റാണ് അവിടെ കാണുന്നത്. സോ ഇത് ഞങ്ങളുടെ കഴിഞ്ഞ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക്, ദാറ്റ് ഈസ് ഞങ്ങളുടെ 2nd വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങളുടെ ഒരു കസിൻ എന്ന് പറയുമ്പോൾ ഹസ്ബൻഡിന് ഒരു കസിൻ ഗിഫ്റ്റ് ചെയ്തതാണ്. പക്ഷെ അയ്യോ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. ചെറുതായിട്ടൊന്ന് ബ്ലിങ്ക് ചെയ്യുന്ന കാണുന്നുണ്ടാവും. എൻ്റെ ഒരു ചിരി കാണുന്നുണ്ടാവും. ഇപ്പുറത്ത് എൻ്റെ ഭർത്താവ് ഇരിക്കുന്നു. ആൻഡ് ഇവിടെ ഒരു ലാപ്ടോപ്പൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. അയ്യോ, ഞാനിത് കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് വർക്ക് ചെയ്ത് നോക്കിയത്. പണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലൈറ്റിന് എന്തോ പറ്റി. ഞാൻ നോക്കട്ടെ ഇത് ശരിയാക്കാൻ പറ്റുമോ എന്ന് എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ അത് ഫ്ലോപ്പായിപ്പോയി. സോ ദാറ്റ്സ് അബൌട്ട് അവർ ലിവിങ് ഏരിയ ടൂർ. ഇത് എനിക്കറിയില്ല നിങ്ങൾക്കിത് എന്താ തോന്നുക എന്നുള്ളത്. പക്ഷേ ജസ്റ്റ് നമ്മുടെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം. ഞാനിപ്പോൾ ഈ കാണിച്ച കുറച്ച് കുട്ടി സ്റ്റഫ്സൊക്കെ എനിക്കൊരു മെമ്മറിയാണ്. അപ്പം ആ മെമ്മറീസൊക്കെ ഷെയർ ചെയ്യുക, അത് നിങ്ങളോട് സംസാരിക്കുക, അതൊക്കെ എനിക്ക് ചെയ്യണമെന്ന് തോന്നി. എനിവേസ് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്കൊക്കെ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എനിക്ക് ഉറപ്പായിട്ടും ഇങ്ങനത്തെ ചെയ്യാൻ കൂടുതൽ ഇൻസ്പിറേഷനാവും. അല്ലെങ്കിൽ നമ്മൾ മറ്റ് കോണ്ടൻറ്റ്സ് ചെയ്യാം. പിന്നെന്താ, ഞാൻ പറഞ്ഞല്ലോ ഇത് രാവിലെയാണ്. അപ്പോൾ ഞാൻ രാവിലെ പിന്നെ അത്ര ബോറായിട്ട് ഇരിക്കണ്ടെന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ട് തൊട്ട് ഒരു ലിപ്സ്റ്റിക് ഇട്ടതാണ് കേട്ടോ. സോ എനിക്കിനി കുറച്ച് പാക്കിംഗ് ഉണ്ട്. പാക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിലേക്കുള്ള ഇന്ന് കുറച്ച് ഓർഡേഴ്സ് ഉണ്ട്. അപ്പോൾ അതിന് കുറച്ചധികം ഇന്ന് നമുക്കൊരു പ്രീമിയം കസ്റ്റമറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചധികം സാധനങ്ങൾ പാക്ക് ചെയ്യാനുണ്ട്. സോ ഞാൻ പാക്കിങ്ങിൽ കയറുകയാണ്. പറ്റുകയാണെങ്കിൽ ഞാൻ പാക്കിങ്ങിൻ്റെ ഒരു വീഡിയോ വേറെ ചെയ്യാം. അങ്ങനെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. മേ ബി ചെയ്യും. സോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, പ്ലീസ് ലൈക്ക്, പ്ലീസ് ഷെയർ ആൻഡ് പ്ലീസ് കീപ് സപ്പോർട്ടിങ് അസ്. അപ്പോൾ താങ്ക് യു.